നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ കൈരളി ശ്രീ തിയേറ്ററുകൾ മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. അഗ്രിസിറ്റി ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി ലോക ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ KS ജയന്തിയെ ആദരിച്ചു. കാർഷിക സർവകലാശാല അധികാരികൾ പെൻഷൻ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട സമരം ചെയ്ത് പെൻഷൻകാരെ പോലീസിന്റെ സഹായത്തോടെ നീക്കം ചെയ്തു. കേരള കോൺഗ്രസ് ദ്വിദിന ക്യാമ്പ് ജൂലൈ 5, 6 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ PTA പ്രസിഡന്റ് ജോസ് ചാക്കോള അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ മേരിമാത പള്ളി വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഡിവിഷൻ കൗൺസിലർ കരോളിൻ ജെറിഷ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിബിയ തെരേസ്, ലോക്കൽ മാനേജർ ഹംബലിൻ, MPTA പ്രസിഡന്റ് മിനി ഡെന്നി, സ്റ്റാഫ് പ്രതിനിധികളായ ബിനി ജോർജ്, ലീലു PL എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷാകർതൃത്വത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സനൽ മാളിയക്കലിന്റെ ബോധവൽക്കരണ ക്ലാസും കഴിഞ്ഞ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ഉണ്ടായിരുന്നു. സംസാരം തുടങ്ങിയപ്പോൾ തന്നെ പ്രസംഗിക്കാൻ പറ്റാത്തയാളാണ് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അറിയാത്തയാളാണെന്നൊരു ആമുഖം പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ചിരിച്ചത് അധ്യക്ഷൻ പ്രസംഗിക്കാൻ മോശമുള്ളത് കൊണ്ടല്ല, ബാക്കിയുള്ളവർ കൂടി അങ്ങനെയായെങ്കിൽ എളുപ്പം വീട്ടിൽ പോകാമായിരുന്നല്ലോ എന്ന് കൂടി വിചാരിച്ചു. എല്ലാവരും മത്സരിച്ച് പ്രസംഗിച്ചിട്ട് ഇനി നമ്മുടെ മക്കൾ നേടിയിട്ടുള്ള വലിയ ആധുനീകരിച്ച കൈരളി ശ്രീ തിയേറ്ററുകൾ നാടിന് സമർപ്പിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ ആധുനീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. സിനിമകൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ആധുനിക തിയേറ്ററുകൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1985 ചേർത്തലയിലാണ് ആദ്യത്തെ തിയേറ്റർ ആരംഭിച്ചത്. ഇന്ന് 6 ജില്ലകളിലായി 17 സ്ക്രീനുകളുണ്ട്. ഇതുകൂടാതെ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 2030 ആകുമ്പോഴേക്കും 50 സ്ക്രീനുകൾ സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ശ്രീ തിയേറ്ററുകൾ 1999 ആരംഭിച്ചത്. ഷാജി N കരുണിന്റെ ആശയങ്ങളും ചിന്തകളുമാണ് മനോഹരമായ രീതിയിൽ തിയേറ്റർ നവീകരിക്കാനായതെന്നും മന്ത്രി പറഞ്ഞു. 16 കോടി ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകോത്തര സാങ്കേതിക വിദ്യയോടുകൂടിയ RGB 4K ലേസർ പ്രൊജക്ഷൻ, ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനലുകളോട് കൂടിയ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, പുഷ് ബാക്ക് സീറ്റുകൾ, പ്ലാറ്റിനം സോഫ സീറ്റുകൾ എന്നിവ തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൈരളി തിയേറ്ററിൽ 33 ബാൽക്കണി പ്ലാറ്റിനം സോഫ സീറ്റുകൾ ഉൾപ്പെടെ 519 സീറ്റുകളും, ശ്രീ തിയേറ്ററിൽ 36 പ്ലാറ്റിനം സോഫ സീറ്റുകൾ ഉൾപ്പെടെ 327 സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. ഒരേസമയം 800-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററിൽ സിനിമ ആസ്വാദകർക്കായി ശീതീകരണ സംവിധാനത്തോടു കൂടിയ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫറ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ടോയ്ലറ്റ്, വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദമായിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയുടെ ഉന്നമനത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയതായും മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള സംവിധായകരെയും വനിതാ സംവിധായകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ വിഭാഗത്തിൽ നിന്നും 2 പേർക്ക് വീതം എല്ലാ വർഷവും 1.5 കോടി രൂപ വീതം 4 പേർക്ക് നൽകി സിനിമ നിർമ്മിക്കുന്നു. ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിലെ വിവിധ തിയേറ്ററുകളും നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. കായംകുളം, വൈക്കം, അളഗപ്പ നഗർ, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ തിയേറ്ററുകൾ നിർമ്മാണത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിലൂടെ സിനിമാ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നതിനായി വനിതകൾക്ക് പരിശീലന പദ്ധതി ആരംഭിച്ചതായും
സിനിമയുടെ ഏതെങ്കിലും മേഖലയിൽ മികവ് പുലർത്തുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കായി പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 150 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ 70 കോടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നിർമ്മാണം പൂർത്തിയായാൽ കേരളത്തിലെ ഏറ്റവും മികച്ച സിനിമാ പ്രവർത്തന കേന്ദ്രമായി ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാറുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ മേഖലയുടെ പ്രോത്സാഹനത്തിനായി തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 2, 3 തീയതികളിലായി സിനിമ കോൺക്ലേവും കൊച്ചിയിൽ ഡിസംബർ 18, 19, 20 തീയതികളിലായി കൾച്ചറൽ കോൺഗ്രസും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമകൾക്ക് പേരിടുന്നതിനുള്ള അവകാശം പോലും മറ്റുള്ളവരിലേക്ക് പോകുന്ന കാലമാണിത്. എല്ലാ ആവിഷ്കാരവും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് തീർച്ചയായും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒല്ലൂരിൽ സിനിമാ തിയേറ്ററിന്റെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശാരീരിക വ്യായാമം പോലും ജാതി മത രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിലൂടെ അപകടകരമായ അന്തരീക്ഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ സമൂഹത്തിലെ വിവിധ ധാരകളിൽ നടക്കുന്നുണ്ടെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് സജി ചെറിയാന് റവന്യൂ മന്ത്രി നന്ദി പ്രകടിപ്പിച്ചു. ചടങ്ങിൽ അഭിനയത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ TG രവിയെയും തിയേറ്ററിന്റെ നവീകരണത്തിൽ പങ്കാളികളായവരെയും മന്ത്രിമാർ ചേർന്ന് ആദരിച്ചു. ചലച്ചിത്ര സംവിധായകനും ഡയറക്ടർ ബോർഡ് അംഗവുമായ MA നിഷാദ്, ഷാജി N കരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് ഓഫ് മണ്ണുത്തി ഡോക്ടർ KS ജയന്തിയെ ഡോക്ടേഴ്സ് ദിനത്തിൽ ആദരിച്ചു. വെള്ളാനിക്കര PHCയിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ച ഡോക്ടർ ജയന്തിയെ പുത്തൂരിലെ അവരുടെ വസതിയിലെത്തിയാണ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ ആദരിച്ചത്. ഡോക്ടർ KS ജയന്തി വെള്ളാനിക്കര PHC സൂപ്രണ്ടായിരിക്കെ രോഗികൾക്കും ആശുപത്രി വികസനത്തിനും ചെയ്ത സേവനങ്ങൾ കണക്കിലെടുത്തും പാലിയേറ്റീവ് രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചും ലയൺസ് ക്ലബ്ബ് അവരെ ആദരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രസിഡന്റ് ജേക്കബ് നെറ്റോ, സെക്രട്ടറി ഡോക്ടർ മാധവനുണ്ണി, ട്രഷറർ P സുരേന്ദ്രൻ, ആന്റോവി മാത്യു, സുരേന്ദ്രനാഥ് എന്നിവരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനത്തിനെ ഇന്ന് ഈ നിലയ്ക്കൊക്കെ എത്തിക്കാനായിട്ട് ആളുടെ ഒരു സുവർണ കാലഘട്ടം തന്നെ പറയാം. അതിന് നേതൃത്വം കൊടുത്തത് പലതരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ പല സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ അത് ആക്കിയെടുക്കാൻ പറ്റിയത്. നമ്മുടെ സാധാരണ ഒരാൾക്കും പറ്റില്ല. ഇന്ന് ഈ ആരോഗ്യ മേഖലയിലേക്ക് ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് എന്തായാലും ജയന്തി വളരെ വലിയ സേവനം അവിടെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രേട്ടൻ്റെ ആ മകൾ എന്നുള്ളൊരു വലിയൊരു ഭാഗ്യം കൂടി ഡോക്ടർക്കുണ്ട്. ആഗ്രഹ കൊടുത്തതിൽ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം വന്ന ഡോക്ടറാണ് ജയന്തി മേഡം. അതിനുശേഷം ഡോക്ടർമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ മിക്കവാറും വീട്ടിൽ ഡോക്ടറിൻ്റെ രീതിയിൽ എത്താൻ പോവുകയാണ്. ഇപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ക്ലബിൻ്റെ ഒന്നും നടക്കാൻ പറ്റിയില്ല. IP തുടങ്ങി അതൊക്കെ ജനങ്ങളെ എപ്പോഴും നമുക്ക് ടൗണിലേക്ക് എത്തിക്കാൻ എപ്പോഴും നമ്മൾ ഇടപെട്ട പറ്റും. സ്ഥലം നമ്മുടെ പേർക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ അന്നത്തെ ദിവസം നമുക്ക് സ്ഥലം കൈമാറി തിരിച്ചിട്ടാണ് പോകുന്നത്. കുറേ തവണ ഞാൻ സ്റ്റേറ്റിലേക്ക് ഗവൺമെൻറ്റിലേക്ക് പോകേണ്ടി വന്നു, ഇടപെട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ സ്ഥലം യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനുള്ള ഫണ്ടും നമുക്ക് ആയി കിടക്കുന്നുണ്ട്. അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് IP ആവാം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളത് ഡയാലിസിസ് യൂണിറ്റാണ്. അത് കെട്ടിടം പണിത് കഴിഞ്ഞാൽ അത്ര പേഷ്യൻസ്, ഒരു 200 പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ലയൺസ് ക്ലബിൻ്റെ കുറേ സഹായങ്ങൾ കിട്ടും. പക്ഷേ എങ്കിലും അവർക്ക് എന്തെങ്കിലും ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ കുറേയൊക്കെ ഏറ്റവും കൂടുതൽ പദ്ധതി വെച്ച് കൊടുക്കുന്നത് നമ്മളാണ്. കോവിഡ് കാലത്തായാലും ഇപ്പോഴത്തെ ആയാലും 1 കോടിക്ക് മേലെ ഞാൻ പദ്ധതി എങ്ങനെയെങ്കിലും നമുക്ക് തരാതെ ബ്ലോക്ക് ആയിരിക്കില്ല. കാർഷിക സർവകലാശാല പെൻഷൻകാരെ അറസ്റ്റ് ചെയ്തു നീക്കി. പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 13 ദിവസമായി കാർഷിക സർവകലാശാല ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ സമരം ചെയ്തുവരുന്ന പെൻഷൻകാരെ പോലീസ് സഹായത്തോടെ സർവകലാശാല അധികാരികൾ നീക്കം ചെയ്തു. മണ്ണുത്തി CI ബൈജുവിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു അറസ്റ്റ്. തങ്ങൾക്ക് അർഹമായ 110 കോടിയോളം രൂപയുടെ കുടിശ്ശിക വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത സർവകലാശാല അധികാരികൾ അത് നൽകാൻ തയ്യാറാകുന്നതുവരെ സമരം തുടരുമെന്ന്
സമരത്തിന് നേതൃത്വം നൽകുന്ന യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. പതിറ്റാണ്ടുകൾ സർവകലാശാലയെ സേവിച്ച വയോധികരായ പെൻഷൻകാരെ അന്യരായി പരിഗണിച്ച് പുറത്താക്കാൻ കരുനീക്കിയ വൈസ് ചാൻസലർ ബി അശോകിന്റെ കിരാതമായ നടപടിയിൽ അവർ ശക്തമായി പ്രതിഷേധിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രോ ചാൻസലർ കൂടിയായ കൃഷിമന്ത്രിയോടും ഭരണസമിതി അംഗങ്ങളോടും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. സമരത്തിന് രഞ്ജൻ എസ് കരിപ്പായി, വി എസ് സത്യശീലൻ, രമേശ് ചന്ദ്രൻ, പി എം ശാരദ, എൻ വി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. 13ാം ദിവസത്തെ സമരം CPIM മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗവും മണ്ണുത്തി ലോക്കൽ സെക്രട്ടറിയുമായ അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രഞ്ജൻ എസ് കരിപ്പായി അധ്യക്ഷത വഹിച്ചു. വി എസ് സത്യശീലൻ, പി എം ശാരദ, എൻ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എൻ വി ചന്ദ്രൻ, പത്മ, കല്യാണി, പി ആർ ശിവശങ്കരൻ, ദീപ, പി എം ശാരദ, ഡോക്ടർ എസ് എസ്റ്റലിറ്റ, എ എൻ മോഹനൻ, ശാന്ത, വിജയകുമാർ എന്നിവർ സത്യാഗ്രഹമിരുന്നു. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ 3 വർഷം കാലാവധിയുള്ള ഗവേഷണ പദ്ധതിയിലേക്ക് പ്രോജക്ട് ഫെലോയെ താൽക്കാലികമായി നിയമിക്കുന്നു. MSc ബോട്ടണി പ്ലാന്റ് സയൻസ് 1ാം ക്ലാസ്സോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫംഗൽ, ലൈക്കൺ ടാക്സോണമിയിലുള്ള പ്രവൃത്തി പരിചയം, വനമേഖലയിൽ ഫീൽഡ് വർക്ക് ചെയ്തുള്ള പ്രവൃത്തി പരിചയം, ദേശീയ തലത്തിലുള്ള യോഗ്യതാ പരീക്ഷ, ബിരുദാനന്തര ബിരുദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CSIR, UGC നെറ്റ് എന്നിവ അഭികാമ്യമുള്ള യോഗ്യതകളാണ്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 9 രാവിലെ 10 കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ പീച്ചിയിലുള്ള ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് വന ഗവേഷണ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. UAEയിലേക്ക് ITV ഡ്രൈവർമാരുടെ 100 ഒഴിവ്. കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് UAE ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ കമ്പനിയിലേക്ക് ITV ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കുന്നു. 100 ഒഴിവുകളാണുള്ളത്. 25നും 41നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. GCC UAE ഹെവി ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന. ഇന്ത്യൻ ട്രെയിലർ ലൈസൻസ് നിർബന്ധം. SSLC പാസ്സായിരിക്കണം. ഇംഗ്ലീഷ് നല്ലവണ്ണം വായിക്കാനും മനസ്സിലാക്കാനുമുള്ള അറിവ് അഭികാമ്യം. അമിതവണ്ണം, കാണത്തക്ക വിധത്തിലുള്ള ടാറ്റൂസ്, നീണ്ട താടി, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. മാസം 2250 AED ശമ്പളമായി ലഭിക്കും. വിസ, താമസ സൗകര്യം, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ നൽകുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് സർട്ടിഫിക്കറ്റുകൾ, തൊഴിൽ പരിചയം, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ ഇമെയിലായി ജൂലൈ 3 അയയ്ക്കുക. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 047123294440. ഡിവൈഎഫ്ഐ മുഖമാസികയായ യുവതാരയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകൻ BK ഹരിനാരായണൻ വരിക്കാരനായി നിർവഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, പ്രസിഡന്റ് RL ശ്രീലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസിൽരാജ്, സുകന്യ ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AM ഷിനോസ്, ഐല മുകേഷ്, കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് യദു കൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിനി, ഒലീവ എന്നിവർ പങ്കെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും
ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പ്രാണിജന്യ രോഗനിയന്ത്രണം, കണ്ടിജന്റ് ജീവനക്കാരെ നിയമിക്കുന്നു. ജില്ലയിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിൽ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ 675 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ കണ്ടിജന്റ് ജീവനക്കാരെ 90 ദിവസത്തേക്ക് നിയമിക്കുന്നു. 50 വയസ്സിന് താഴെ പ്രായമുള്ള 8ാം ക്ലാസ്സോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ജൂലൈ 10-ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 9:30-നും 11-നും ഇടയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കേണ്ടതാണ്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7306986505. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സംരംഭകത്വ വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ ഒപ്പം പദ്ധതിയുടെയും ഇടിയം വയൽ പഠനമുറിയുടെയും ആഭിമുഖ്യത്തിൽ ഇടിയം വയലിൽ ആദിവാസി വിദ്യാർത്ഥികൾക്കായി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ജയമോഹന്റെ ആന ഡോക്ടർ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. ചർച്ചയിൽ ടീച്ച് ഫോർ നേച്ചർ ഫെലോ, സുശ്രുതൻ എന്നീ പുസ്തകങ്ങളുടെ അവതരണവും നടന്നു. യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വായനാ പക്ഷാചരണം നടത്തിയത്. വെറ്റിനറി യൂണിവേഴ്സിറ്റി റിസർച്ച് അസിസ്റ്റന്റ് ജിപ്സ ജഗദീഷ്, പഠനമുറി ടീച്ചർ വിജിന രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ നേതൃത്വത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി നീട്ടി. 6 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ്, 1 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ, 2 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ തുടങ്ങിയവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. യോഗ, കൗൺസിലിംഗ് സൈക്കോളജി, ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ലൈറ്റിംഗ് ഡിസൈൻ, മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്, സംഗീത ഭൂഷണം, പെർഫോമിംഗ് ആർട്സ്, ഭരതനാട്യം, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, മാർഷൽ ആർട്സ്, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ക്വാളിറ്റി മാനേജ്മെന്റ്, ലൈറ്റ് മ്യൂസിക്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രോഗ്രാമുകൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് കോഴ്സുകൾ നടത്തുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 15 വരെ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ, PO തിരുവനന്തപുരം 33, ഫോൺ നമ്പർ 0471-232-5101. കേരള കോൺഗ്രസ് ദ്വിദിന ജില്ലാ ക്യാമ്പ് ജൂലൈ 5, 6 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തുന്നത്. ജൂലൈ 5-ന് ഉച്ചകഴിഞ്ഞ് 5 മണിക്ക് നടക്കുന്ന സെമിനാർ ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കുന്ന സംഘടനാ ചർച്ച സംസ്ഥാന സെക്രട്ടറി ജോയ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കും. ശതാഭിഷിക്തനായ ചെയർമാൻ PJ ജോസഫിനെ ചടങ്ങിൽ ആദരിക്കും. വർക്കിംഗ് ചെയർമാൻ PC തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് പാർട്ടിയിലെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിക്കും. 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി 400 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, CV കുര്യാക്കോസ്, KV കണ്ണൻ, ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, തോമസ് ആന്റണി എന്നിവർ പങ്കെടുത്തു. IHRDയുടെ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 സയൻസ് ഗ്രൂപ്പിൽ ബയോമാക്സ്, ഇലക്ട്രോണിക്സ് എന്നീ ഗ്രൂപ്പുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 9496217535.
BJP സിറ്റി ജില്ലാ നേതൃയോഗം ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമാകുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി എന്നിവർ പ്രസംഗിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സൗമ്യ സലീഷ്, സജിനി മുരളി, ജില്ലാ സെക്രട്ടറിമാരായ മുരളി കോളങ്ങാട്ട്, നിജി KG, റിക്സൺ ചെവിടൻ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ നടത്തുന്ന കോഴ്സുകളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 7994926081. LIC ഏജൻറ്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 4 രാവിലെ 9:30 മുതൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CITU ജില്ലാ സെക്രട്ടറി PU ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തും. വത്സൻ മാളിയേക്കൽ പ്രവർത്തന റിപ്പോർട്ടും MK മോഹനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. S ബസന്തലാൽ, ദീപക് വിശ്വനാഥ്, TS ഷെനിൽ, V പ്രഭാകരൻ, E ബാലകൃഷ്ണൻ, PP പത്മിനി, KC പോൾസൺ, MS മോഹനൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ CG മോഹൻദാസ്, വത്സൻ മാളിയേക്കൽ, PS ഷെനിൽ, KP പോൾസൺ, KT ജോസഫ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ ബന്ധുക്കളെ തേടുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ജൂൺ 27 തൃശൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്ന ഇദ്ദേഹം ജൂൺ 29 പുലർച്ചെ 1:20 മരണപ്പെട്ടു. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 0487 2422 4192 9497 98 7130 എന്നീ ഫോൺ നമ്പറുകളിൽ അറിയിക്കണമെന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SI അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ കൈരളി ശ്രീ തിയേറ്ററുകൾ മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. അഗ്രിസിറ്റി ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി ലോക ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ KS ജയന്തിയെ ആദരിച്ചു. കാർഷിക സർവകലാശാല അധികാരികൾ പെൻഷൻ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട സമരം ചെയ്ത് പെൻഷൻകാരെ പോലീസിന്റെ സഹായത്തോടെ നീക്കം ചെയ്തു. കേരള കോൺഗ്രസ് ദ്വിദിന ക്യാമ്പ് ജൂലൈ 5, 6 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.